ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് വൈകി കേട്ടോ ഇടാനായിട്ട്. കാരണം ഇത്തിരി തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതേ നോക്കിയേ, നമ്മുടെ വാഴക്കൂമ്പ് ഉണ്ടല്ലോ, വാഴക്കൂമ്പ് ആണ് കേട്ടോ. അതിനെ കൊടപ്പൻ എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ കൊടപ്പൻ എന്നാണ് പറയുന്നത് കേട്ടോ. വാഴക്കൂമ്പ്, കൊടപ്പൻ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. ഇതേ നോക്കി, ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത്തിരി ജീരകവും കടുകും ഇട്ടിട്ടുണ്ട്. ജീരകം കടുക് ഇട്ടതിന് ശേഷം നമുക്കിത്തിരി ചുമന്നുള്ളി അരിഞ്ഞു വെച്ചതും എന്താ പറയുക, പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് ഇത് നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതെല്ലാം കൂടി നന്നായി കടുകും ചെറിയ ജീരകവും നമ്മൾ ഉഴുന്നും കൂടി ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതെല്ലാം നമുക്കിതിലിട്ടൊന്ന് വഴക്കാം. നന്നായി വാടട്ടെ കേട്ടോ. അത് വാടുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉപ്പിടാം അതിൻ്റെ അകത്തേക്ക്. ഞാനതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നൈസായിട്ടാണ് ഞാനിത് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്തിരി അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്തിരി വെളിച്ചെണ്ണ, സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി കൂട്ടി തിരുമ്മിത് വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്മിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചു. ഇത് ഇരിക്കുന്നത് ചെറുപയറാണ്. ഈ ചെറുപയർ കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഇടും. എന്നിട്ട് അത് സെപ്പറേറ്റ് വേറെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചെറുപയറിൻ്റെ കൂടെ മുതിര. അല്ലാതെ ഇത് തോരൻ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇത് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിലിവിടെ ഒരു 5-6 വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ വാഴയുടെ കുടപ്പണാണ്, വാഴയുടെയാണ് കേട്ടോ. വാഴയുടെ ഇവിടുത്തെയാണ് കേട്ടോ. നന്നായി ഒന്ന് വാടണം. നന്നായി വാടട്ടത്. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ നന്നായി വാടട്ടത്. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ചെറിയ വെജിറ്റബിൾ തോട്ടം എനിക്കുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾ തോട്ടത്തിൻ്റെ കാര്യം നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പീച്ചിങ്ങ, കോവയ്ക്ക, അതുപോലെ കുമ്പളങ്ങയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ പീച്ചിങ്ങ ഇപ്പോഴും അതായിട്ട് അതേ ഇന്ന് മുറിച്ചെടുത്ത പീച്ചിങ്ങയാണ്. നോക്കിയേ, ഇത്രയും പീച്ചിങ്ങ നമുക്ക് കിട്ടി. എല്ലാ ദിവസവും നമുക്ക് പീച്ചിങ്ങ നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ. വഴന്ന് വരുമ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി തരാം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി നമുക്കിടാം. എനിക്കിതിങ്ങനത്തെ ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ, പലതരം ചീനച്ചട്ടികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീനച്ചട്ടി. ചെറുത്, വലുത്, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ, അലുമിനിയത്തിൻ്റെ, ഇൻഡാലിയത്തിൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നോക്കിയാൽ ഇത് രണ്ട് ഭാഗത്തത് ഇങ്ങനെ പിടിയുള്ള അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഇത് വേറൊരു ചീനച്ചട്ടിയാണ്. അത് ശരിക്കും അലുമിനിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയായിരുന്നു കേട്ടോ. അത് പഴയതാണ് കേട്ടോ. ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഇത് നോക്കി, ഒരുവിധമൊക്കെ മൂത്തിട്ടുണ്ട്. എല്ലാം ഒരു പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്വല്പം, ഞാനൊരു പച്ചമുളക് മാത്രമാണല്ലോ അതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇത്തിരി മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അലുമിനിയം ചീനട്ടി ആകുമ്പോൾ
പെട്ടെന്ന് ഈ പുക പിടിക്കുന്ന പോലെയാണ്. ഒരു മുളക് പൊടി ഇട്ടു. തേങ്ങ ഇട്ടു. ഇനിയിപ്പോൾ നമുക്കിതിടാം. ഈ ചെറിയ തീയിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് അല്പം വെള്ളം ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇത് നല്ല രുചിയുള്ളൊരു കറിയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ ബൈ.